ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഹലോ ഗൈസ്, ഐ എം ഹിയർ ദി ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ. നമ്മൾ ആഴ്ചയിലാകെ 2 വീഡിയോ ഈ ഫുട്ബോളിൻ്റെ വരുള്ളൂ. ആഴ്ച ഒന്നാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫുട്ബോൾ നമ്മളെ പുതിയ ഇൻട്രോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോട്ട് എടുക്കുന്ന മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എന്തായാലും നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ വേറെ ആരല്ല, അതിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴത്തെ വേൾഡ് കപ്പ് നിങ്ങളെ ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. വേൾഡ് കപ്പ് ടീം ഏതാ കമൻറ്റ് ചെയ്യുക. പിന്നെ മെസ്സിയാണോ റൊണാൾഡോ നെയ്മറാണോ കമൻറ്റ് ചെയ്യുക. അതൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ പ്ലെയർ ഓഫ് ദി ഡേ ഒക്കെ നോക്കിയിട്ട് തന്നെ തുടങ്ങാം ഗൈസ്. ഞാനിപ്പോഴാണ് ലോഗിൻ ചെയ്യണത്. നമുക്ക് ഇന്നത്തൊന്നും അറിയില്ല. ഞാൻ ഇതിൽ കറക്കിയാലോ വിചാരിച്ചിരുന്നു, പക്ഷെ വേണ്ട വെച്ച് ഗൈസ്. നാളെ പിന്നെ ഒരു വേഗം കൂടി വരും കേട്ടോ. ഈ നമുക്ക് ഇൻ്റർനാഷണൽ കപ്പ് വോളിയം 4 അങ്ങനെ ഓരോന്ന് വരാൻ സാധ്യതയാണ്. ബ്രസീൽ ഈ ഇത് പോവും, കറക്കി ഗോളി ഇതും പോവും. പിന്നെ ഇതാണല്ലോ ഇന്ന് ഹാളൻഡ് ഇല്ല, ഹാളൻഡ് ഇല്ല, അഹമ്മദ് ഡിയാലോ വന്നിക്കണം, ആരൊക്കെ വന്നിക്കണം ഗൈസ്. പിന്നെ ആരാ? പിന്നെ അങ്ങനെ ആയിട്ടൊന്നും ഇല്ല ഗൈസ്. പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മളെ ഇതൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാൻ പോകണ നമ്മളെ സ്വന്തം ഗൈസ്, നമ്മളെ ഫ്രാൻസ് 1998 അന്ന് വേൾഡ് കപ്പ് വിന്നേഴ്സ് ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ വരാനാണ് സാധ്യത. പ്രാക്ടിക് വിയേര ആൻഡ് ലിലിയൻ തുറാം, മാർസൽ ഡെസൈലി വരാൻ സാധ്യതയുണ്ട്. അത് ഫ്രാൻസിൻ്റെ കേട്ടോ. 1998 വിന്നേഴ്സും ഫ്രാൻസ് തന്നെയാണ്. പിന്നെ വരാൻ സാധ്യതയുള്ളത് പറഞ്ഞാൽ വേറെ ആരുമില്ല, വിയേറ വരാൻ നല്ല സാധ്യതയുണ്ട്. വിയേര, തുറാം, മക്കലേലെ. വിയേരയ്ക്ക് വരുന്ന ലോങ് റീച്ച് ടാക്കിളും ഫോർട്രസുമാണ്. ലിലിയൻ തുറാമിന് വരുന്നത് ഫോർട്രസും ഷാഡോ ഹണ്ടുമാണ്. മക്കലേലൊക്കെ വരുന്നത് ലോങ് റീച്ച് ടാക്കിളും ഫിനോമിനൽ പാസുമാണ്. അത് 2006 കേട്ടോ. നാഷണൽ സ്റ്റാർസ് 2006 അന്ന് സ്റ്റാർസാണ് ഇവർ. പ്രാക്ടിക് വിയേര, മിഷണറി പാസ്, ലോങ് റീച്ച് ടാക്കിൾ, ബല്ലാക്ക് ലോങ് സ്ക്രീമറും ലോങ് റീച്ച് ടാക്കിളും അത് വിളിക്കൂട്ടോ. നമ്മൾ ഒരു അടി അടിച്ച ഗോളാവുന്ന രീതിയിലുള്ള സാധനം തന്നെയാണ്. പിന്നെ ഇതാ ഫെർഡിനാൻഡും വരുന്നതാണ് പറയണത്. അതും ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റേഞ്ച് ടാക്കിളാണ്. പിന്നെ പറയാനുള്ളത് നമ്മളെ എംബാപ്പെ 2018 ഗൈസ്. ഒന്നും പറയാൻ പുള്ളി തന്നെയായിരുന്നു അന്ന് വേൾഡ് കപ്പ് അടിച്ചു. എംബാപ്പെ മാഗ്നറ്റിക് ഫീഡ് പ്ലസ് ആക്സലറേഷൻ ബസ്റ്റ്, എംഗോലോ കാൻ്റെ അറ്റാക്ക് ട്രിഗർ പ്ലസ് ലോങ് റേഞ്ച് ടാക്കിൾ, ഫിനോമിനൽ ഫിനിഷിംഗ് വിത്ത് ബുള്ളറ്റ് ഹെഡർ ഒലിവർ ജെറൂഡ്. ഗൈസ് ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്നും ഞാൻ പറയുന്നില്ല. ഇനിയുമുണ്ട് ഒരുപാട്. ലോ സ്ക്രീമർ പ്ലസ് ഫിനോമിനൽ പാസുമായി ടോണി ക്രൂസ്, ജർമ്മനി 2014. ഗൈസ് 2014 വേൾഡ് കപ്പ് എടുത്ത് ജർമ്മനി ആണെങ്കിൽ അതിൻ്റെ ശേഷം ഒരു അങ്ങോട്ട് റൗണ്ട് ഓഫ് 16 കടന്നിട്ടില്ല. 2014 ശേഷം ഒരു വേൾഡ് കപ്പിലും പോലെ റൗണ്ട് ഓഫ് 16 കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അർജൻറ്റീനനെ തോൽപ്പിച്ചതിൻ്റെ ശാപമാവാം, ബ്രസീലിനെ 7-1 തോൽപ്പിച്ചതിൻ്റെ ശാപമാവാം, അറിയില്ല. ലാം വരാൻ സാധ്യതയുണ്ട്. ഡിജിറ്റൽ ക്രോസിംഗ് പ്ലസ് ലോങ് റേഞ്ച് ടാക്കിൾ, മാനുവൽ ന്യൂയർ വരാൻ സാധ്യതയുണ്ട്. GK ഡയറക്റ്റിംഗ് ഡിഫൻസ് പ്ലസ് മിഷണറി പാസ് എന്നാണ് അതിൽ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാനൊരു അർജൻറ്റീന ഫാനാണ്. എങ്കിലും ഈ വരുന്ന പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ കളി ഞാൻ പറയാം പോർച്ചുഗൽ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അർജൻറ്റീന ഫാൻസ് ആക്കി എന്തിനാക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞുതരാം, ആ കളി നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ ജൂലൈ 3 അന്ന് ജൂലൈ 3 എന്താണ് സംഭവിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കാം, അറിയാതിരിക്കാം. ഞാൻ പറഞ്ഞുതരാം.
പോർച്ചുഗലിൻ്റെ ഒരു ഇതിഹാസ താരം അനിയൻ്റെ ഒപ്പം ആക്സിഡൻറ്റിൽ മരിച്ച ദിവസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ നല്ല കളി തന്നെയായിരുന്നു. ലിവർപൂളിന് വേണ്ടി കാഴ്ചവെച്ചിരുന്നു. ഡിയാഗോ ജോട്ടയാണ് ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവൻക്ക് വേണ്ടിയെങ്കിലും അന്ന് മരിച്ച ദിവസം കളിച്ച് ജയിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും പിന്നെ നോക്കുകയാണെങ്കിൽ 2018 തന്നെയാണ് ഗ്രീസ്മാൻ, എംബാപ്പെ, പോൾ പോഗ്ബ. മൊമെൻ്റം ഡ്രിബിളിംഗ് പ്ലസ് ലോ സ്ക്രീമറാണ് ഗ്രീസ്മാൻ എങ്കിൽ ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് ആക്സിലറേഷൻ ബസ്റ്റുമായി എംബാപ്പയുണ്ട്. ലോ സ്ക്രീമർ പ്ലസ് ഫിനോമിനൽ പാസുമായി പോൾ പോഗ്ബയുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ആവില്ല കേട്ടോ. കാർഡ് പറയുമ്പോൾ പോഗ്ബ ഇങ്ങനെ ആവും, പക്ഷേ എംബാപ്പേൻ്റെ കാർഡ് ഇങ്ങനെ ആവില്ല കേട്ടോ. എംബാപ്പെ വിരമിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അത് ഇറ്റലി 2002 മാൾഡീനി, പിർലോ, വിയേരി. ലോങ് റീച്ച് ടാക്കിൾ പ്ലസ് ഏരിയൽ ഫോർട്ട്. ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊരു പാക്കല്ലേ ഗൈസ്. പിന്നെ ഇതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മാനുവൽ ന്യൂയർ, പ്രാക്ടിക് വിയേര, ബെർഗോമി. വിഷണറി പാസ്, ലോങ് റീച്ച് ടാക്കിൾ ജിയോക്കെ ഡിഫറിങ്. ഇതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് എൻ്റെ പ്രഡിക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പോകണേറ്റാ.